അല്ല, ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. അതിന് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നും അല്ലല്ലോ. രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ വികസന സദസ്സ്, അത് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. അല്ല, അത് അവരുടെ ഇഷ്ടം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. അതൊക്കെ അതാത് മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് അവരുടെ അഭിപ്രായം. അതിലൊന്നും ഞങ്ങൾ ഒരു കാലത്തും കൈകടത്താറില്ല. അല്ല, ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ. ഇതിപ്പോ നമ്മൾ നിങ്ങൾ വഴി നമ്മൾ പറയുന്ന ജനങ്ങളോടല്ലേ ചോദിക്കുന്നത്. ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലോ, അയ്യപ്പ ഭക്തർ തിരിച്ചറിയല്ലോ. ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കാണ്. നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടില്ല. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അത് പിൻവലിക്കുമോ? അപ്പോൾ അത് പിൻവലിക്കുമോ? അത് പറയണ്ടേ. ഈ കേസുകൾ പിൻവലിക്കുമോ? ശബരിമലയിലെ വികസനത്തിന് വേണ്ടി പണം ചെലവാക്കുമോ? അല്ല, 10 കോടി, ഞാൻ പറയില്ല, 82 ലക്ഷം കൊടുക്കേണ്ടത് 10 കോടി കൊടുക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു. 10 കോടി പോട്ടെ, സ്ഥിരം കൊടുക്കുന്ന 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 കൊല്ലമായി. റോഡ് വികസനത്തിന് പൈസ കൊടുക്കുന്നില്ല, ഒന്നിനും പൈസ കൊടുക്കുന്നില്ല. അല്ല, കവനന്റ് പ്രകാരം സർക്കാർ കൊടുക്കേണ്ട, ആന്റണി ഗവൺമെന്റ് 82 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ആ തുക 3 കൊല്ലമായിട്ട് കൊടുക്കുന്നില്ല. 10 കോടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. 82 ലക്ഷം എല്ലാ വർഷവും 10 കോടിയാക്കി പ്രഖ്യാപിച്ചാണ് ബജറ്റിൽ. ഈ 82 കൊടുത്തിട്ടില്ല, പിന്നെയാണ് 10 കോടി കൊടുക്കുന്നത്. അപ്പൊ കാപട്യാണ്. അല്ല, എൻ്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എൻ്റെ പേര് വെച്ച്. സാധാരണ നമ്മൾ ആരെ സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എൻ്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാകുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തുപോയി, ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടെന്ന് പറയുമോ? ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോടും ഞാൻ കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു എൻ്റെ വീടല്ലല്ലോ, പൊതു വീടല്ലേ. ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും. എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാനിവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ച് വന്നതിന് ഇനിയും കാണാൻ തയ്യാറാണ്. ഇല്ല, തെറ്റാണ്. അതെങ്ങനെ വരുന്നത്? എന്നോടൊന്ന് അദ്ദേഹം കൊടുത്ത വാർത്തയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാർത്ത 2:35 വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഓഫീസിൽ ചോദിക്കുന്നത്, അദ്ദേഹം വന്നോന്ന് ചോദിക്കുന്നത്. എന്തൊരു മര്യാദയാണ് അതൊക്കെ. നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാം. ദേവസ്വം ബോർഡ്, ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തിനാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണ്ടേ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തുന്നത്? ഈ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത്, അല്ലേ? ഗവൺമെന്റാണ് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരുണ്ടാക്കിയ അവിടുത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണ് അവർ. അവിടെ നടത്തിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്ന ആളുകളാണ്. അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകളെടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ്. അപ്പോൾ കേസ് പിൻവലിക്കണ്ടേ? പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതിൽ കെട്ടിയ ആളുകളാണ്. അപ്പോൾ അതൊക്കെ തള്ളി പറയണ്ടേ? അതെല്ലാം തള്ളി പറയണ്ടേ?
ഉറപ്പായിട്ടും. അല്ലല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് ആണ് ശരിക്കും ആ HRA ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ്, അവരാണത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ സർക്കാരല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. സർക്കാരല്ലേ അവിടെ നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറകിൽ അവരല്ലേ പുറകിൽ, അവരാണല്ലോ എല്ലാത്തിൻ്റെയും പുറകിൽ. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു. ഞങ്ങൾ UDF നേതൃത്വത്തെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു. ഇവർ പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ, നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ, അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി മതിൽ കെട്ടി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ആക്കിയില്ലേ? മറുപടി പറയണ്ടേ? ഇപ്പൊ ഈ കാര്യങ്ങൾ, ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ 9 വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നതെന്ന്. അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം എന്തൊക്കെ പറയണേ, രാവിലെയും വൈകുന്നേരവും എന്തെല്ലാം മാറ്റി പറയണേ. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ രാജേഷ് കൃഷ്ണൻ മകനും തമ്മിലുള്ള ബന്ധത്തിന് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് എതിരായിട്ടാണ്, അയ്യപ്പ ഭക്തർക്ക് എതിരായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന അഫിഡവിറ്റ് ആണല്ലോ, സത്യവാങ്മൂലം. അവിടെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം, അത് സർക്കാരിൻ്റെയാണ്, സർക്കാർ കൊടുത്തിരിക്കുന്ന. UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിന് കൂട്ടുവയ്ക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കാണിക്കുന്ന അയ്യപ്പ ഭക്തി കാപട്യമാണ്. ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ഇപ്പോഴും സർക്കാരിൻ്റെ നിലപാട് അതാണ്, ആണല്ലോ, അതല്ലേ? അത് ചോദിക്കണ്ടേ ഞങ്ങൾക്ക്? ഞങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് ചെറുവിരലനക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ അത് അടുത്ത സർക്കാർ നടത്തിക്കോളും. ഇവര് നടത്തണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞ കാപട്യത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമല്ലേ? 9 വർഷം. എന്നാൽ ഞങ്ങൾ UDF സർക്കാർ തുടങ്ങിയ ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ? തൊട്ടില്ല. അവർ ചെറുവിരലനക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച അതിൽ ആർക്ക് വിശ്വാസമുണ്ട്? അല്ല, ഞങ്ങളെ ചോദിക്കുന്നത്, ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണിത്. ഈ ചോദ്യത്തിന് ഒരു ഗവൺമെന്റ് മറുപടി പറയട്ടെ. 9 കൊല്ലം എവിടെ പോയിരുന്നു ശബരിമല വികസനം? ഒരവ്യക്തതയില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ, സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. ഇതിപ്പോ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം അല്ല അവിടെ നടക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലല്ലല്ല കേക്ക്, അത് അപ്രസക്തമാണ്. ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗമൊന്നും അല്ലല്ലോ നടക്കും. ലെറ്റ് മീ കംപ്ലീറ്റ്. എന്നോട് ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ? ഞങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയോ ഇല്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കുകയോ സമ്മേളനം നടത്താൻ? അതിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ, വിശ്വാസികളായി
ആളുകൾ. ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നെന്ന് ആർക്കും തർക്കമില്ലല്ലോ. അതിനുവേണ്ടി ആക്ഷേപം കേട്ട പിന്തിരിപ്പന്മാരല്ലേ ഞങ്ങൾ, ഫ്യൂഡലിസ്റ്റുകളല്ലേ. ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു. ആ അല്ല, അതിന് മറുപടി പറയട്ടെ, തന്നെ. നിങ്ങളെങ്ങനെ ഞങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ, എന്നിട്ട് അതിന്റെ സത്യസന്ധത. ചെയ്തില്ലല്ലോ. എന്നാ നിയമസഭയിൽ പറഞ്ഞ 4 കൊല്ലമായി. നിയമസഭയിൽ പറഞ്ഞിട്ട് 4 കൊല്ലം. നിയമസഭയിൽ 5 കൊല്ലം 4.5 കൊല്ലമായി. വന്നപ്പോൾ തന്നെ പറഞ്ഞാണ്. ഒറ്റ കേസ് ഇവർക്കെതിരെ കേസ് നിൽക്കുകയാണ്. എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിൽക്കുകയാണ്. നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ NSS അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക. ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്ത് അയ്യപ്പ ഭക്തരുടെ കൂടെ ഞങ്ങളിപ്പോഴും അത് തന്നെയാണ്. അല്ല, അത് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പിന്നെ അത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാമല്ല. അത് ഞാനും നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിലും പുറത്തൊരു ചിരി വന്നാണ് ആ വാർത്ത വായിച്ചപ്പോൾ. അത് നമുക്കും വന്നു എന്നല്ലാതെ ഞങ്ങളാരും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല. എന്തെങ്കിൽ നിങ്ങൾ അന്വേഷിക്കാലും അല്ല സത്യാവസ്ഥ. ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ, ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, മനസ്സിലായി? ഇതിൻ്റെ ബെനഫിഷ്യറീസ്, ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരായിരിക്കില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെയാണ്, യുക്തിയെയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത്. 10ാമത്തെ വർഷം, ഞാൻ ഈ പറയുന്ന വാചകമാണ് പ്രധാനം, 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ വരുന്ന പ്രത്യേകമായ ഒരു അയ്യപ്പ ഭക്തി. അത് പയ്യന്നൂരിൽ താങ്കൾ ചോദിച്ചതുപോലെ അത് പയ്യന്നൂരിൽ നിന്ന് വന്നതാണോ, എവിടെ നിന്നാണ്, ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ എന്നറിയാത്ത ഒരു രാഷ്ട്രീയ കുബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദയം ചെയ്താണോ എന്ന് അന്വേഷിക്കണം ആദ്യം. അതാണ് ഞങ്ങൾ അതിനെയാണ് ചോദിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.